മഞ്ഞുമൂടിയ മലമുടികൾ. ഓർഡർ ഓർഡർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യെസ്, പ്രൊസീഡ്. താങ്ക് യു മിലോഡ്. അതുകൊണ്ട് എന്റെ കക്ഷി ആവശ്യപ്പെടുന്നത് നിരുപാധികമായുള്ള ഒരു വിവാഹമോചനമാണ്. അതിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. യുവർ ഓണർ, ഷീ നീഡ്സ് എൻ അർജന്റ് ഡിവോഴ്സ്. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കക്ഷി അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങളുടെയും രണ്ട് മനസ്സുകളുടെയും ഏകീകരണമാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഈ ഏകീകരണം പിരിയാൻ തീരുമാനിക്കുമ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട്. ഇതേ അഭിപ്രായം എന്റെ കക്ഷി ഡോക്ടർ നിശാന്തിനുണ്ടോ എന്ന് യുവർ ഓണർ. ഡോക്ടർ നിശാന്ത് എന്ന് പറയുന്നു. സാർ, ഞാനിപ്പോഴും വീണയെ സ്നേഹിക്കുന്നു. അവളോടൊപ്പം ജീവിതം പങ്കിടാൻ കൊതിക്കുന്നു. ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ സാർ. ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഈ കണ്ണീരും അഭിനയവും ഒന്നും എനിക്ക് കാണണ്ട. സാർ, എന്നോട് ദയ കാണിക്കണം. എനിക്ക് ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ വയ്യ. ഓർഡർ ഓർഡർ. നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. യുവർ ഓണർ, കൗണ്ടർ സ്റ്റേറ്റ്മെന്റിൽ എന്റെ കക്ഷി ആരോപിച്ച വിചിത്രമായ സ്വഭാവ രീതി പ്ലീസ് ഡു നോട്ട് ഇറ്റ് മിലോഡ്. സാർ, എന്തിനാണ് സാർ, എന്തിനാണ് എന്നെ വീണ്ടും? ശ്രീമതി വീണ, കോടതിക്ക് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കോടതി പിരിഞ്ഞ ഉടനെ നിങ്ങൾ ചേംബറിൽ ഹാജരാവുക. വീണ, ശ്രീമതി വീണ നിശാന്ത്. അതെ സാർ, ഇതെന്റെ അച്ഛൻ. സാക്ഷി കൂട്ടിൽ കണ്ടിട്ടുണ്ട്. പേര് ദേവൻ. മിസ്റ്റർ ദേവൻ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അല്പനേരം പുറത്തു നിൽക്കുക. എന്റെ മോള് വെറും 3 ദിവസത്തെ ജീവിതം കൊണ്ട് ദാമ്പത്യം എടുത്ത പെൺകുട്ടി. എനിക്ക് മുന്നിലെത്തിയ വിവാഹമോചന കേസുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരുന്നു. വണ്ടർഫുള്ളി ഐസൊലേറ്റഡ് വൺ. സാർ, പ്ലീസ് മിസ്റ്റർ ദേവൻ, ലീവ് us alone for some time. ഞാൻ മുറ്റത്തെ അശോക മരത്തിന്റെ ചോട്ടിൽ നിന്നോളൂ. ഓക്കെ മിസ്സിസ് വീണ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. ഇനി അതിൽ കൂടുതലായി നോ. എനിക്കറിയേണ്ടത് നിങ്ങൾ ഇതുവരെ മൗനത്തിൽ ഒളിപ്പിച്ച കാര്യങ്ങളാണ്. തുടങ്ങാം. മഞ്ഞുമൂടിയ മലമുടികൾ. നാടകരചന TN പ്രകാശ്. ശബ്ദം നൽകുന്നവർ: നെടുമുടി വേണു, CM തങ്കമണി, PK രാഘവൻ, ചിറക്കൽ ഗോപാലകൃഷ്ണൻ, CH ഭാസ്കരൻ നമ്പ്യാർ, MM രാഘവൻ, രാജശേഖരൻ മേപ്പറമ്പത്ത്, ജോയ്സി ജോസ്, PC തങ്കം, ഡോളി S ലത. സംവിധാന സഹായം N ശശികുമാർ. സംവിധാനം S രാധാകൃഷ്ണൻ. അമ്മ പറഞ്ഞതെല്ലാം എന്റെ മോള് ഓർക്കുന്നുണ്ടല്ലോ. നോക്ക്, നീ ഇപ്പൊ പഴയ വീണയല്ല. അറിയാമേ. മോളെ, നീ ആയിട്ട് നിന്റെ ഭർത്താവിനും കുടുംബത്തിനും ഒരു സമാധാനക്കുറവും വരുത്തരുതേ. അതിനവിടെ കുടുംബവും കുട്ടികളും ഒന്നുമില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതുകൊണ്ടാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതേ കാര്യം തന്നെ അമ്മ എത്രാമത്തെ തവണയാ പറയുന്നതെന്നറിയോ? ഇക്കാര്യം കൂടെ കൂടെ ഓർമ്മിപ്പിക്കാൻ ഇനി നിന്റെ അരികിൽ ഈ അമ്മ ഉണ്ടാവില്ലല്ലോ. നിനക്കിങ്ങോട്ട് എപ്പോഴും ഓടി വരാൻ കഴിയുന്ന ദൂരത്തിലും അല്ല നീ ഉള്ളത്. എന്തൊക്കെ അമ്മ പറഞ്ഞാലും ദിവസവും ഫോൺ വിളിക്കാൻ എനിക്കാവുമല്ലോ.
ഏട്ടന് സൗകര്യപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് പോരും. അമ്മേ, ദാ പെണ്ണെത്തിയല്ലോ. മിന്നു കെട്ടിയിട്ട് ഡോക്ടർ സാർ ഒന്ന് മാറി നിന്നില്ല. അപ്പോഴേക്കും ഏട്ടാന്നും പ്രാണനാഥാന്നും ഒക്കെ കയറി അങ്ങ് വിളി തുടങ്ങിയല്ലോ. ഓടി നിന്റെ ഒരു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ, താഴെ ചെന്ന് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയേ. കണ്ടോണ്ടോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോ തട്ടിപ്പ്. ഇതാ പിന്നെ ഇനിയിപ്പം എന്റേതാ ഊഴം. ഓ, ഈ പെണ്ണിന് നാണോ ഇല്ലല്ലോ എന്റെ ഈശ്വര. പോയി അച്ഛനെ പറഞ്ഞേക്ക്. ഓ, ചെല്ലു വേഗം. ഞാൻ പോയേക്കാമേ. സത്യം പറയട്ടെ അമ്മേ, ഈ വീട്ടിൽ അമ്മയുടെയും അച്ഛന്റെയും മോളായി അമൃതയുടെ ഏച്ചിയായി ജീവിച്ച് കൊതി തീർന്നില്ലെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കോ? എന്നാലും എമ്മ കഴിയുന്നത് വരെയെങ്കിലും. ഇനി അതൊന്നും പറയരുത്. ഇക്കാലത്ത് ഇങ്ങനെ ഒരു ബന്ധം കിട്ടുക എളുപ്പമല്ലെന്ന് അച്ഛൻ എത്ര തവണ നിന്നോട് പറഞ്ഞു തന്നു. എന്നാലും അമ്മേ, ഒരെന്നാലും ഇല്ല. എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതുക. ആ, മോളെ, ദാ അച്ഛനിങ്ങെത്തി. അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ മോള്. എന്താ അമ്മയും മോളും കൂടി? ഒന്നുമില്ല. അവക്കിപ്പോ പിരിഞ്ഞു പോകാൻ ഒരു വിഷമം. ഡോക്ടറുടെ അരികിലെത്തിയാൽ തിരിച്ച് ഇങ്ങോട്ട് വരാനായിരിക്കും വിഷമം, അല്ലേ? ഓ, ഈ അച്ഛൻ. മോളെ, നീ തന്നെയല്ലേ അച്ഛനോട് 7 സ്റ്റേജസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു തന്നത്? മനുഷ്യനെന്ന മഹാനടന്റെ. ഓ, ഒന്ന് നിർത്ത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സൂക്കേട് പിടിച്ചു പോകും. ഇന്നിത് പോകുന്ന നേരത്ത് അച്ഛൻ പറയട്ടെ, ഇനി ഇത് കേൾക്കാൻ. അച്ഛാ, അരുത് മോളെ. ഈ അച്ഛന്റെ നെഞ്ചിൽ നിനക്ക് വേണ്ടി നിറച്ചു വെച്ച നന്മകൾ മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലതേ വരൂ. മോള് ധൈര്യമായി പോകും. ഇപ്പൊ സംഗതി നീറ്റായി. ഇനി ഒരു പാട്ടിന്റെ കുറവേ ഉള്ളൂ. ആ, ദേ ആ ഡോക്ടർ സാറിന്റെ അച്ഛൻ പൈപ്പും പുകച്ച് കൂട്ടിലിട്ട മെരുകിനെ പോലെ അവിടെ. ആ മോളെ, ഈ ഏച്ചി. അയ്യോ, എന്താ ഇത്? എനിക്ക് ഈ സെന്റിമെന്റ്സ് കാണാൻ വയ്യേന്റെ അപ്പാ. ആ, ഏച്ചിയെ കണ്ണുകൾ തുറക്കി. എന്നിട്ട് താഴേക്ക് ഇറങ്ങി. വേഗം വേഗം. അല്ല, ആരാ ഇത്? എ പ്ലസന്റ് സർപ്രൈസ്. എപ്പോ എത്തിയടാ ബെന്നി? നീ കല്യാണ ചെറുക്കനായി പോകുന്നതിന് മുമ്പേ എത്തേണ്ടതാ. ബോംബെന്ന് ഫ്ലൈറ്റ് 3 മണിക്കൂർ വൈകി. പിന്നെ ചുരം കയറിങ് എത്താൻ സ്റ്റേറ്റ്സിൽ നിന്ന് നാട്ടിലെത്തിയതിന്റെ ഇരട്ടി സമയവും എടുത്തു. എന്താ, നീ നടന്നാണോ ചുരം കയറിയത്? തമാശകളേടാ. ആ, എവിടെ നിന്റെ കക്ഷി? ഞാനൊന്ന് കാണട്ടെ. വീണ, മീറ്റ് മൈ ഫ്രണ്ട് ബെന്നി. ഡോക്ടർ ബെന്നി സ്കറിയ ഫ്രം USA. MD, MRCP തുടങ്ങി കുറെ തട്ടുപൊളിപ്പൻ ഡിഗ്രികൾ 2 പേജിൽ കൊള്ളാൻ മാത്രമുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും അടുത്ത. മതിയടാ. ഹലോ വീണ, ഹൗ ഡു യു ഡു? നമസ്കാരം. ഓക്കെ ഓക്കെ. വീണ അകത്തോട്ട് ചെല്ലേ. വേലക്കാരി നമ്മുടെ മുറി കാണിച്ചു തരും. ഞാൻ ഇവനുമായൊന്ന്. ശരി. എവിടെ നിന്ന് കിട്ടിയടാ ഈ ശുദ്ധ കൺട്രിയെ? ഞാൻ കൈനീട്ടി ഹലോ പറഞ്ഞപ്പോ അവിടെ ഒരു നമസ്കാരം. ആ, കൺട്രിയാടേലും പൂത്ത പണം കാണും. അല്ലാതെ നീ. ചേടാ, നീ ആദ്യ ദിവസം തന്നെ അലമ്പുണ്ടാക്കാനാ വന്നിരിക്കുന്നേ? ഫസ്റ്റ് നൈറ്റ് എന്ന് തന്നെ പറയടാ. നിന്റെ വായിൽ നിന്ന് ഇറച്ച കൂടാതെ അങ്ങനെ ഒന്ന് പറയുന്നത് കേട്ട് ഞാനൊന്ന് രോമാഞ്ചം കൊള്ളട്ടെ. നോക്ക്, പഴയ കഥകളൊന്നും പറയേണ്ട നേരമല്ല ഇത്. എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? എല്ലാം പറയാം. ആ, ഇന്ന് രാത്രി നിന്റെ എവിടെ വെച്ച് കാണും? പ്ലീസ് ബെന്നി, ഇന്ന് എന്നെ ഒഴിവാക്ക്. നാളെ നമുക്ക് കൂടാം. പറ്റില്ല. ഞാൻ ആ കറിയാച്ചന്റെ ഔട്ട് ഹൗസിൽ കാണും. വരാൻ മറക്കരുത്. ഡാഡി ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നോട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. കറിയാച്ചന്റെ ഔട്ട് ഹൗസിൽ. ഹലോ ബെന്നി. ഹലോ അങ്കിൾ. എപ്പോഴെത്തി? ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ എത്താനൊത്തുള്ളൂ. നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫോൾട്ട്. ഇറ്റ്സ് ഓക്കെ. ബെന്നി, സ്റ്റേറ്റ്സിലേക്ക് ഇനി മടങ്ങുന്നില്ലേ? ഓ ഷുവർ, വളരെ പെട്ടെന്ന്. അപ്പോൾ പണി പൂർത്തിയാക്കാതെ വെച്ച ആശുപത്രി? ഡാഡി, ബെന്നിയെ ബുദ്ധിമുട്ടിക്കരുത്. അവൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അങ്കിൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. ആ കാര്യം കൂടി അറിയാനാണ് ഞാൻ വന്നത്. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിഷാന്താണ്. ഡോക്ടർ നിഷാന്ത് എം രാജ്ഗോപാൽ.
വീണ തനിച്ചിരുന്ന് ബോറടിച്ചോ? ഇല്ലെന്നോ അതോ? കുറച്ചൊക്കെ. ഗുഡ്, അതാണ് എനിക്കിഷ്ടം. എല്ലാം തുറന്നു പറയുക. വീണയ്ക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ. ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ? ആരും ഒന്നും പറഞ്ഞില്ല. ഓഹോ, ആരെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണോ? ഇവിടെ ഞാനും ഡാഡിയും അല്ലാതെ വേലക്കാര് മാത്രമേ കാണുള്ളൂ എന്ന് വീണയ്ക്ക് പറയില്ലേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാറാനുള്ള ഡ്രസ്സ്. ചേട്ടാ, വീണയുടെ അച്ഛൻ അവിടെ വലിയ തുണിക്കട ഉണ്ടായിരിക്കുമ്പോ ഞങ്ങൾ ഇവിടെ അതൊക്കെ കരുതേണ്ട വല്ല ആവശ്യമുണ്ടോ? സോറി, ഞാനത് ഓർത്തില്ല. ആരും പറഞ്ഞുമില്ല. സാരമില്ല, ഇതൊക്കെ സാവകാശം വീണയ്ക്ക് തന്നെ ബോധ്യപ്പെടും. ദാ താക്കോൽ. ഇപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ അലമാര തുറന്നു നോക്ക്. അതിലൊരു ചെറിയ പെട്ടിയുണ്ട് മേലെ തട്ടിൽ. അതിൽ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാം. ഇതാണോ പെട്ടി? അതെ, മമ്മിയുടെ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഡാഡി ഉണ്ടാക്കിച്ചതാണ്. ആനക്കൊമ്പ് കൊണ്ട്. പക്ഷേ മമ്മി ഓ, വെറുതെ മമ്മിയെ ഓർത്തുപോയി. ആ പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ഇതെന്താ ആ ജനലഴികളിൽ പശ തച്ചിട്ടുണ്ടോ? ഈ ജനലിലൂടെ നോക്കി നിൽക്കാൻ എന്തൊരു രസാണ്. കണ്ണിൽ കൊള്ളാത്തത്ര കാഴ്ചകൾ. വെള്ളപ്പൂക്കൾ ചൂടി നിൽക്കുന്ന കാപ്പിച്ചെടികൾക്ക് എന്ത് ഭംഗിയാണ്. ഞാൻ പറയട്ടെ, മുല്ലപ്പൂ ചൂടിയ എന്റെ ഈ സുന്ദരിക്കുട്ടിയുടെ ഭംഗി ഏതായാലുമില്ല. അതിനുമപ്പുറം ആകാശത്തിന്റെ അതിരുകൾ വരെ കയറിയും ഇറങ്ങിയും പോകുന്ന തേയിലക്കാടുകൾ. മുകളിൽ ഏതോ സ്നേഹ സന്ദേശവുമായി ഓടി നടക്കുന്ന കോടക്കാറുകൾ. ഫന്റാസ്റ്റിക്. വലിയ ഒറേറ്ററാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പോയറ്റ് കൂടിയാണെന്ന് അറിഞ്ഞിട്ടേയില്ല. ഇപ്പോ അതിനിടയിൽ ഏതോ വിഷാദത്തിന്റെ വിങ്ങലുമായി നിൽക്കുന്ന അസ്ഥികൾ മാത്രമുള്ള പണിതീരാത്ത കെട്ടിടം. മതി മതി, അവിടെ നിർത്താം. അല്ല, എന്തു പറ്റി? ഒന്നുമില്ല. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ബെന്നിയുമായി. ഇന്ന്? ഒന്നും പറയരുത്, പോയേക്കൂ. വരണം വരണം ഡോക്ടർ നിഷാന്ത്. ഞാൻ കരുതി നീ വരില്ലെന്ന്. നീ കുടിച്ചിട്ടുണ്ടോ? എന്തിനു കുടിക്കാതിരിക്കണം? നിന്റെ കല്യാണ നാളിൽ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് മനസ്സറിഞ്ഞ് കുടിക്കുക. ബട്ട് ഐ ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓൺലി. നീ വന്നിട്ടാകട്ടെ ബാക്കിയെന്ന് കരുതി. വേണ്ടടാ, ഇന്ന് എന്നെ ഒഴിവാക്ക്. നിനക്കെപ്പോഴാടാ വിവേകം ഉദിച്ചത്? അതും കറിയാച്ചന്റെ ഈ ഔട്ട് ഹൗസിലിരിക്കുമ്പോൾ. പ്ലീസ് പ്ലീസ് ബെന്നി. ഈ ഔട്ട് ഹൗസിനെ കുറിച്ച് നിനക്കറിയോ? ഞാൻ ഓർക്കുന്നില്ല. നീ ഓർക്കണം. ചുരം കയറി വന്ന കറിയാച്ചൻ വെറും ഒരു കാര്യസ്ഥനായിരുന്നെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നിത് കൂർഗിലുള്ള ഏതോ ഗൗഡരുടെ വകയായിരുന്നു. കേട്ടിട്ടുണ്ട്. പിന്നെ അന്നാമ്മയുടെ വരവായി കറിയാച്ചന്റെ കെട്ടിയോളായിട്ട്. പക്ഷേ അന്നാമ്മയോടൊപ്പം ആദ്യ രാത്രി കിടന്നുറങ്ങിയത് കൂർഗിൽ നിന്നെത്തിയ ഗൗഡരായിരുന്നു. ഈ ഔട്ട് ഹൗസും ഇതിനു ചുറ്റുമുള്ള 13 ഏക്കർ കാപ്പിത്തോട്ടവും അന്നാമ്മയുടെ പേരിൽ ഒറ്റ രാത്രി കൊണ്ട്. ഇതൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ വേണം. ആ കറിയാച്ചൻ ഈ നിൽക്കുന്ന ബെന്നീസ് കറിയായുടെ തന്തയാകുമ്പോൾ, അതേ അന്നാമ്മ ഈ ബെന്നീസ് കറിയായുടെ തള്ളയാകുമ്പോൾ വേണം. വീണ്ടും വീണ്ടും ഇതൊക്കെ ഓർക്കണം. നീ ഇമോഷണൽ ആവുന്നു. ഞാനോ? ഛേ, പഴയ കഥകൾ ഓർമ്മിക്കുന്നത് ഇമോഷണൽ ആയതുകൊണ്ടല്ല, മറിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ. ആ, നീ ഇത് കുടിക്ക്. വേണ്ട ബെന്നി. നോ, കുടിക്കണം. ഒന്നാം തരം സ്കോച്ച് വിസ്കിയ. വില അറിഞ്ഞാൽ തന്നെ നീ നടുങ്ങി ചത്തുപോകും. പ്ലീസ്. വീണ എന്ത് കരുതും? ആദ്യ രാത്രി തന്നെ. വീണ നിന്റെ അങ്ങനെയല്ല ബെന്നി. അവൾ അത്രയൊന്നും ഫോർവേഡ് അല്ല. പിന്നെ തനിച്ചവിടെ. എന്താ, അവളെ ആരെങ്കിലും വിഴുങ്ങിക്കളയോ? ഓ, തനിച്ചാണ് പോലും. എടാ, എന്റെ ആനിയും ആദ്യ രാത്രി തനിച്ചായിരുന്നു. എന്തിനാണ് അതൊക്കെ? 4 വർഷങ്ങൾ നിറയെ എന്നെ വേട്ടയാടിയത് ആനിയുടെ ഓർമ്മകളായിരുന്നു.
എല്ലാം കഴിഞ്ഞ കഥകൾ, മറക്കേണ്ടതും പൊറുക്കേണ്ടതും. ആ, മറക്കേണ്ടത് ശരിയാണ്, എല്ലാം മറന്നേ ഒക്കൂ. പക്ഷേ നിന്റെ വാക്കുകൾ, ആനിയുടെ സ്മാരകമായ ഒരു ആശുപത്രി, അതിൽ ആതുര ശുശ്രൂഷകരായി നീയും ഞാനും, ആനിയുടെയും എന്റെയും സമ്പാദ്യങ്ങൾ മുഴുവൻ നിന്റെ കയ്യിലെത്തുമ്പോ. പറയൂ ഡോക്ടർ നിഷാന്ത്, സത്യത്തിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നില്ലേ? നോ, നീ പറയുന്നതൊക്കെ കല്ലുവെച്ച നുണകളാണ്. ചിലപ്പോ മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ... സംശയിക്കണ്ട, മദ്യം നിന്നെ... ആ, അതിനൊരു വഴിയുണ്ട്. നീ കൂടി ആ ഗ്ലാസ് കാലിയാക്ക്. വേണ്ട, നിന്നെപ്പോലെ ഞാനും എന്തെങ്കിലും... ശരിയാണ്. നിന്റെ മനസ്സിന്റെ കൊട്ടിയടക്കപ്പെട്ട കവാടമെങ്ങാനും തുറന്നാൽ നീ കുടിക്ക്. കുടിക്കാൻ ധൃതി കൂട്ടണ്ട, സാവകാശം മതി. നേരം വെളുക്കുവോളം നീ ഇവിടെ കാണും. നിനക്ക് കൂട്ടിനായി ഞാനും. നിന്നെപ്പോലെ ഞാൻ പറ്റിക്കില്ല. ബെന്നി, എന്താ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, എന്തെങ്കിലുമൊക്കെ കാണും. എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ് ബെന്നി. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതാ ആ കർട്ടൻ വകഞ്ഞു മാറ്റാം. അവിടെയുള്ള മെത്തയിൽ പ്രീതിയുണ്ട്, നിന്റെ ആദ്യത്തെ കാമുകി. ഇപ്പോഴീ മലയോരത്തിലെ പ്ലാന്റർമാരുടെ സോറി, രാത്രി വരാൻ അതിന് വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. ബെന്നിയോട് വർത്തമാനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. വീണ ചോദിച്ചില്ലെങ്കിലും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. കഴിഞ്ഞ രാത്രി നമ്മുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ രാത്രി ആവേണ്ടതായിരുന്നു. ഓഹോ, ഞാൻ കരുതി ഇതൊന്നും നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന്. എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? നിന്നെ തനിച്ചാക്കി ഇവിടെ വേലക്കാരില്ലേ? സദാസമയവും പൈപ്പ് പുകച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനും. പിന്നെ പെട്ടെന്ന് എന്താ നിർത്തിക്കളഞ്ഞത്? ഇല്ല, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നു. എല്ലാം ഒളിച്ചു വെക്കുന്നവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ഒളിച്ചു വെക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് മനസ്സിലാവുന്നത്. നീ എന്തോ പറയാൻ ഭാവിച്ചു, അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ അല്പം മാറി നിന്നാൽ ഉപകാരം. മദ്യത്തിന്റെ ഗന്ധം ഇത്രമാത്രം രൂക്ഷമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മതി, നീ പ്രസംഗിക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതൊരു ഡിബേറ്റ് അല്ലെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എനിക്കറിയേണ്ടത് നീ പറയാൻ ഭാവിച്ചത് എന്താണെന്നാണ്. നിങ്ങൾക്കത് കേട്ടേ ഒക്കൂ എന്നാണോ? എന്താ സംശയം? രാത്രി നിറയെ തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, കാപ്പിക്കാടുകളിൽ ഉന്മാദം നിറഞ്ഞ ചിരി, എന്തൊക്കെയോ വിചിത്ര ശബ്ദങ്ങൾ, ഒറ്റപ്പെട്ടുപോയ ഇണയുടെ ആരും കേൾക്കാത്ത തേങ്ങൽ, ആ ജനലഴികളിലൂടെ കൈകൾ നീട്ടുന്ന പറയൂ. ജനലഴികളിലൂടെ കൈകൾ നീട്ടുന്ന നിലാവ്. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആദ്യം ഞാനും വല്ലാതെ പേടിച്ചു. പിന്നെ മനസ്സിലും ശരീരത്തിലും ഒരുതരം തണുപ്പുറഞ്ഞു. നിലാവിൽ മയങ്ങിക്കിടക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അസ്ഥികൂടം, അവിടെ നിന്നുയരുന്ന തേങ്ങൽ. പറയൂ, അവനിവിടെ വന്നിരുന്നോ? ഇടയ്ക്കെപ്പോഴോ ആ കെട്ടിടത്തിന് രൂപമാറ്റം വന്നു. അതിന്റെ അസ്ഥികളിൽ കാപ്പിപ്പൂക്കൾ പൂത്തു. സൗരഭ്യം എമ്പാടും നിറഞ്ഞു. അതൊരു പെണ്ണിനെ പോലുണ്ടായിരുന്നു, ഒരു നവവധു. നിന്റെ ഈ പ്രാന്ത് നിർത്താൻ എന്താ? എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്നത്? നീ എന്തൊക്കെ പ്രാന്താണ് ഈ പുലമ്പുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവനിവിടെ വന്നിരുന്നോ? ആര്? അവൻ, ബെന്നി. അയാൾ എന്തിനിവിടെ വരുന്നു? വന്നില്ലെങ്കിൽ വരും, നീ സൂക്ഷിക്കണം. ഞാൻ എന്തിനാ അയാളെ സൂക്ഷിക്കണം? അതൊന്നും നീ അറിയണ്ട. പക്ഷേ നീ അവനെ സൂക്ഷിക്കണം. ഇപ്പോൾ ഭ്രാന്ത് പറയുന്നത് നിങ്ങളാണ്. ഭ്രാന്താണെങ്കിൽ ഭ്രാന്ത് ആട്ടെ. നീ എന്താ ഡ്രസ് മാറാതിരിക്കുന്നത്? എന്തോ എനിക്കതിന്റെ ആവശ്യം തോന്നിയില്ല. ആഭരണങ്ങൾ ഒഴിച്ചു വെച്ചില്ല? എല്ലാം നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. രാത്രി നിറയെ... വേണ്ട, ഇനി ഒന്നും ആവർത്തിക്കണ്ട. എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ?
ആട്ടെ, ഈ ആഭരണങ്ങൾ എത്ര പവനുണ്ട്? ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. നീ തർക്കുത്തരം പറയുന്നു. തർക്കുത്തരമല്ല, സത്യമായും. നിന്റെ മനസ്സിൽ ഇപ്പോഴും രാത്രി വരാത്തതിന്റെ? സത്യമായും ഇല്ല. ആ, പിന്നെ 75 പവനിൽ കുറയില്ലെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത്. 75 പവൻ ഒന്നുമില്ലല്ലോ, ഞാനൊരു ഡോക്ടറല്ലേ. ഡോക്ടർ ആകുമ്പോ ഇത്ര പവൻ വേണമെന്നുള്ള കണക്ക് അച്ഛൻ അറിഞ്ഞു കാണില്ല. തർക്കിക്കാൻ വേണ്ടിയല്ല. എന്നാലും അതിരിക്കട്ടെ, ഈ തുണിക്കട വീണയുടെ പേരിൽ തന്നെയല്ലേ? അതിൽ അനിയത്തിക്കും പാർട്ണർഷിപ്പ് ഉണ്ടോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല. അച്ഛന്റെ പുതിയ കാറോ? ഡ്രൈവറുടെ പേരിലായിരിക്കും. നീ എന്നെ കളിയാക്കുന്നു. പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യ രാത്രി മുഴുവൻ ഒരു പെണ്ണിനെ തനിച്ചാക്കി കൂട്ടുകാരന്റെ കൂടെ കുടിച്ചു കുന്തം മറിഞ്ഞെത്തിയ നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ലേ? ഡാഡി കേൾക്കട്ടെ. നാണക്കേടാണ്. കല്യാണ പിറ്റേന്ന് തന്നെ വഴക്ക് കൂടുന്ന നവദമ്പതികൾ അല്ലേ? നിങ്ങൾക്കില്ലാത്ത നാണക്കേടൊന്നും ഞാൻ സൂക്ഷിക്കേണ്ടല്ലോ. ഞങ്ങൾ ഇതുവരെ അന്തസ്. അങ്ങനെയുള്ള വലിയ വാക്കുകൾ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കല്ലേ? മതി, പ്രസംഗം നിർത്ത്. എനിക്കൊന്ന് കിടക്കണം. എനിക്കൊന്ന് കുളിക്കണം. നിറയെ അഴുക്കാണ്. വീണമോള് കുളിച്ചോ? കുളിച്ചോ? നിശാന്തിനി എഴുന്നേറ്റില്ലേ? ഇല്ല. അല്ല, എഴുന്നേറ്റു. അല്ല, അതുപോലെ നിശ്ചയമില്ലെന്നായോ? എഴുന്നേൽക്കാൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഡൈനിങ് റൂമിലേക്ക് പോയിക്കോളൂ. എടീ ചിന്നമ്മോ, എന്തോ? ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായില്ലേ? വീണയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്ക്. വേണ്ടച്ചാ, എല്ലാവരും ഒരുമിച്ച് ഞാൻ വിളമ്പിത്തരാം. അതൊന്നും ഇവിടെ പറ്റില്ല. പിന്നെ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ എന്തെങ്കിലും വിളിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്കിളെന്നായിക്കോട്ടെ. ഓക്കെ ചിന്നമ്മോ, ഞാൻ പോകുന്നു. എസ്റ്റേറ്റ് എത്താൻ വൈകി. കൊച്ചമ്മ വന്നേ. ഒരു കൊച്ചമ്മ. കൊച്ചമ്മയ്ക്ക് ചായയോ കാപ്പിയോ? ഒരു ഗ്ലാസ് തണുത്ത വെള്ളം മതി. അയ്യ, ഈ തണുപ്പത്തോ? എന്നാ തണുപ്പാ? എനിക്കിങ്ങനെ തനിച്ചിരുന്ന് കഴിച്ച് ശീലമില്ല. നിങ്ങൾ ആ പേപ്പർ ഒന്ന് മാറ്റിവെച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക് മനുഷ്യ. ഇത് നല്ല തമാശ. ഞാൻ പേപ്പർ വായിക്കുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ എന്തിനാ കഴിക്കാതിരിക്കുന്നത്? അല്ല, അതാ ഞാനും പറയുന്നേ. ഈ പിള്ളേർക്കൊന്നും അവരവരുടെ വായ കൊണ്ട് കഴിച്ചാ പോരെ? ദേ, നിങ്ങൾ പേപ്പർ വായിക്കുന്നത് കണ്ട് അമൃത മുറിയിലോട്ട് പോയി. അമൃതേ, എടി അമൃതേ. എന്തോ? എന്താ? നീ എന്താ ഇവിടെ ഇരിക്കാതെ? ഓ, അച്ഛൻ പേപ്പർ മുഴുവൻ പഠിച്ചു കേട്ടേന്ന് കരുതി. ഓഹോ, അത് ശരി. ഇനി ഞാൻ പേപ്പർ വായിക്കാതിരുന്നാൽ പോരെ? അയ്യോ, അങ്ങനെ ഒരു പ്രതിജ്ഞ ഒന്നും എടുക്കണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനെ പേപ്പറും വായിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഒരു രുചിയും ഇല്ല. ഓ, അവളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലേ എന്നൊന്ന് പറഞ്ഞു നോക്കടേ. നാക്ക് വളയൊന്ന് നോക്കാലോ. അയ്യേ, അതൊക്കെ ഏച്ചി അങ്ങ് പറഞ്ഞാ മതി. എനിക്ക് ഇത്തിരി ഫാഷനിലൊക്കെ സംസാരിക്കണം. ഇതിനു വേണ്ടിയാണോടി അച്ഛന്റെ പത്രം വായന നിർത്തിയത്? അടികൂടാൻ? നീ ഇതിലൊന്നും ബേജാറാകരുത് ഭാരതി. ഒരു വീടെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ. പല രാഗങ്ങൾ കൂടിച്ചേരുന്ന ഒരു സിംഫണി പോലെ. അമ്പോ, ഞാനിപ്പം ബോധം കെട്ട് വീഴും. അയ്യോ, അതെന്താടി? അയ്യോ, ഈ അച്ഛൻ ഇപ്പൊ സംസാരിക്കുന്നത് ഒക്കെ ഇങ്ങനാ. ഈ പെണ്ണിന്റെ നാക്കിന്റെ നീളം കാണുമ്പോ എനിക്കിപ്പോഴേ പേടിയാവുന്നു. മതിയടി, ഭക്ഷണം കഴിക്കേ. നീ ഇരിക്കുന്നില്ലേ? നിങ്ങളൊക്കെ കഴിച്ചിട്ട്. അത് പറ്റില്ല. ഇവിടെ അങ്ങനെ ഒരാൾക്ക് റിസർവേഷൻ വകുപ്പില്ല. അതെ അതെ. ഇനി അതിനും വേണ്ട വഴക്ക്. ഞാനിതാ വന്നു. ഇപ്പോഴേ ഒരു കുടുംബ ചിത്രമാകുന്നുള്ളൂ. പല രാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിംഫണി അല്ലേ അച്ഛാ? കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ എന്താ? അല്ല, കൊച്ചമ്മ എന്തോർത്താ ഇങ്ങനെ വെറുതെ ചിരിക്കണത്? ചിരിച്ചെന്നോ? ഞാനോ? ഇപ്പോഴോ? ആരോട്? അത് ശരി. ഹലോ ഹലോ. അതെ അതെ, ചിന്നമ്മുവാ. ഉറങ്ങുവാ? ആര് പറഞ്ഞുന്നാ? ഓ, ബെന്നി സാറോ? പറയാം. വൈകിട്ടല്ലേ? അതേ സ്ഥലത്ത്. ആരാ വിളിച്ചത്? ബെന്നി സാറാ. ഇന്നലത്തെ അതേ സ്ഥലത്ത് അതേ നേരത്തെ എത്താൻ.
അതിന് ഇപ്പൊ അവിടെ നിന്ന് എത്തിയിട്ടല്ലേ ഉള്ളൂ. അത് പോട്ടെ, കൊച്ചമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ആ ചിന്നമ്മു ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇട്ടേരട്ടെ. എനിക്കൊന്നും വേണ്ട. ചിന്നമ്മോ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? പിന്നെ അതിനല്ലേ ഈ ചിന്നമ്മ ഇവിടെ. എനിക്കൊന്ന് പുറത്തിറങ്ങണം. അയ്യോ, എന്താ? എവിടേക്കാ കുഞ്ഞേ? അതറിഞ്ഞാലേ വരുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, പണി തീരാതെ ആശുപത്രി കെട്ടിടം വരെ. വീണക്കുഞ്ഞേ, ദേ, ഒന്ന് എഴുന്നേട്ടെ. എഴുന്നേൽക്കാൻ. ഡോക്ടർ ബെന്നി വിളിച്ചിരുന്നു. എന്നിട്ടെന്ത് പറഞ്ഞു? കഴിഞ്ഞ രാത്രി ഒത്തുകൂടി അതേ സ്ഥലത്ത് അതേ നേരത്ത്. മറ്റൊന്നും പറഞ്ഞില്ലേ? ഞാൻ പോരുമ്പോ അവൻ എവിടെ പോയിരുന്നു എന്നൊന്നും? ഫോൺ എടുത്തത് ചിന്നമ്മോ. അപ്പൊ നീയൊന്നും അറിയില്ല അല്ലേ? പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിനിക്കിൽ പോണം. വീണ പോയിരുന്നോ? ഇല്ല. അതെന്താ? രോഗികൾക്കുള്ള സ്ഥലമല്ലേ അത്? രോഗികൾ മാത്രമല്ല. അങ്ങനെ വിശ്വസിക്കാൻ ന്യായം കാണുന്നില്ല. എന്തുകൊണ്ട്? നേരം വെളുത്തപ്പോൾ ഞാൻ കണ്ട കാഴ്ച. ആനക്കൊമ്പിന്റെ ആഭരണപ്പെട്ട് നെഞ്ചോടമർത്തി കിടന്നുറങ്ങുന്ന ഒരാൾ. അത് അറിയാതെ വിശദീകരിക്കണമെന്നില്ല. അതിങ്ങനെ അവിടെ ഇവിടെയും വെച്ചാൽ കള്ളന്റെ ഉപദ്രവം ഉണ്ടായിരിക്കും അല്ലേ? അതല്ല, ഈ ലോക്കറിൽ വെക്കാൻ മാത്രമുണ്ടോ എന്ന് നോക്കിയതാണ്. എവിടെയെങ്കിലും വെച്ചോളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. എന്റെ പരാതി മുഴുവൻ അച്ഛനോടാണ്. എന്റെ അച്ഛനോട്. എന്തിനെന്നെ ഈ കുടുക്കിൽപ്പെടുത്തി എന്ന്. അതിന് മാത്രം എന്തുണ്ടായി വീണേ? ദേഷ്യപ്പെടരുത്. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കണമായിരുന്നു. പറ്റില്ല, നീ ഇവിടെ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. കഷ്ടിച്ച് 18 മണിക്കൂർ. പക്ഷേ പ്ലീസ് പ്ലീസ് വീണ, നീ എന്താണ് എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക? എന്നെ തുടരുത്. അകന്നു നിന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളാം. നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇപ്പോഴിപ്പോൾ എന്റെ ധാരണകളൊക്കെ ശരിയായി വരുന്നു. മനസ്സിലായില്ല. ഒരു ഡോക്ടർക്ക് മനസ്സെന്ന് പറയുന്നത് കീറി മുറിക്കാനുള്ള അവയവം മാത്രമാണെന്ന്. എന്നാലും ഈ ചിഹ്നം ഒന്ന് ചോദിച്ചോട്ടെ, ഇത് എന്നാറ്റിന്റെ പുറപ്പാടാ? എനിക്ക് പോലും അതറിയില്ല. ഏമാനോ മറ്റോ അറിഞ്ഞാ തല്ലോ ചിന്നമ്മോനെ? തല്ലാനോ? ഈ ചിന്നമ്മൂനോ? നല്ല കഥ. ചെലപ്പോ കൊല്ലുമായിരിക്കും. എപ്പോഴായാലും ഒരിക്കലും മരിക്കണ്ടേ? അത് കൊറേ പുളിക്കും. ഈ ചിന്നമ്മേ അങ്ങനെ അങ്ങ് മരിക്കാൻ വന്നോളല്ല. ചിന്നമ്മോന് ജീവിതത്തോട് അത്രയും ഇഷ്ടാണോ? ഇഷ്ടാണോന്നോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലെ ഇഷ്ടം. അല്ലെങ്കിൽ കൂപ്പിലെ മരത്തടിക്കടി ചതഞ്ഞെറിഞ്ഞ കെട്ടിയവനെ കണ്ടപ്പോ ഒരു കൊല്ലി ചാടിയെങ്കിലും ഈ ചിന്നമ്മോന് ജീവൻ ഒടുക്കുമായിരുന്നല്ലോ. മൂർക്കം കൊത്തി വീഴ്ത്തി എന്റെ പൊന്നുമോന്റെ നീലിച്ച ജഡം കണ്ടപ്പോ പാറക്കെട്ടില് ചിന്നമ്മോ മതി. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതങ്ങനെയാ കുഞ്ഞേ, ഓരോന്നോർക്കുമ്പോ മരിക്കാൻ തോന്നും. മരിക്കാൻ നോക്കുമ്പോ ജീവിക്കണമെന്നും തോന്നും. ഞാനിതൊന്നും കുഞ്ഞിനോട് പറഞ്ഞുതരേണ്ടല്ലോ. ചിന്നമോന് മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? എന്തിനാ കുഞ്ഞെ അതൊക്കെ എന്നെ കൊണ്ട് പറയിക്കണ്? ഒരു കഷ്ണം പുകയിലക്കും 2 ഉണക്കമീനും വേണ്ടി അമ്മമാരാകേണ്ടി വന്ന പെണ്ണുങ്ങളുള്ള പ്രദേശമാ ഈ മലയോരം. ഓരുടെയൊക്കെ കൂട്ടത്തിൽ ഞാനൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. ചിന്നമ്മോ കഥകളുടെ പുതിയ വാതിൽ തുറന്നിടുകയാണ്. ഈ ആശുപത്രിയെ കുറിച്ചുള്ള കഥ ചിന്നമ്മൻ അറിയില്ലേ? ആശുപത്രിയെ കുറിച്ച് കഥയോ? കുഞ്ഞെന്താ ഈ പറയുന്നത്? കള്ളം. ചിന്നമ്മ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഇത് നല്ല തമാശ. എന്റെ മുറിയിലെ ജനലഴികളിലേക്ക് കണ്ണുകൾ നട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ ഒരു പെണ്ണിരുന്നിരുന്നു.
അവൾ എന്നെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. പിന്നെ കുശുമ്പു കാട്ടുന്ന മട്ടിൽ കൊഞ്ഞനം കുത്തി. എന്നിട്ട് അവൾ പരിഭവിച്ച മട്ടിൽ ഈ തേയിലക്കാട്ടിലൂടെ ആകാശത്തിന്റെ വാതിലോളം ഓടി. എനിക്കാകെ പേടിയാകുന്നല്ലോ എന്റെ കർത്താവേ. ഈ കുഞ്ഞിനെ വട്ടു പിടിച്ചോ. കുഞ്ഞേ, കുഞ്ഞേ, വീണ കുഞ്ഞേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ചിലപ്പോഴെങ്കിലും ഭ്രാന്ത് പിടിക്കാത്ത മനുഷ്യരുണ്ടോ ചിന്നമ്മോ? അത് ശരിയാ, എന്റെ കെട്ടിയോനും ഇത് തന്നെ പറയുമായിരുന്നു. ആ, ഈ ആശുപത്രി ആരുടേതാണെന്നാ ചിന്നമ്മ പറഞ്ഞത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? ഇതൊക്കെ ഞാൻ എന്തിനറിയുന്നു? ശരിയാ, ഇതൊക്കെ നീ എന്തിനറിയുന്നു? അല്ല, ഇതൊക്കെ ഞാൻ എന്തിനറിയുന്നു? ആരുടെയോ കാര്യങ്ങൾ, ആരുടെയോ കാര്യങ്ങൾ. എന്നിട്ടും എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു, സ്വാസ്ഥ്യം പിടിച്ചു പറിക്കുന്നു. എന്റെ കർത്താവേ, ഈ കുഞ്ഞിനെ. ഇത് രണ്ടാമത്തെ രാത്രി. കുടിച്ചു വെളിവില്ലാതെ എന്നും വന്നിരിക്കുന്നു. ആരാണ്? ആരാണ്? ആരാണ് ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ഇതെന്തൊരു പരീക്ഷണമാണ് ഈശ്വര. വീട്ടിലേക്കൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്നാലും ഈ അച്ഛനൊന്നും ഇതുവരെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അച്ഛൻ തന്നെ ആയിരിക്കും തീർച്ച. ഹലോ, അതെ, സുഖം തന്നെ, വിചാരിച്ചതിന് സുഖം. അച്ഛനൊന്ന് ഇങ്ങോട്ട്. ഹലോ, 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 ഹലോ. എന്റെ ഈശ്വര, കട്ടായി പോയല്ലോ. ഹലോ, ഹലോ. ഇതെന്തൊരു... നീ എന്താ ഫോണിന് കാവൽ കിടക്കുകയാണോ? ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ. എനിക്ക് പോയി കിടന്നോളൂ. ആ, പിന്നെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും ഇവിടെ പറ്റില്ല. അച്ഛനും മകനും ഒരുപോലെ. എവിടെ നിന്നാണ് അങ്ങേരിപ്പോ പൊട്ടി വീണത്? അല്ല, ചിന്നമ്മോന്റെ മുറിയിൽ നിന്നോ? വീണ കുഞ്ഞേ, വീണ കുഞ്ഞേ, വീണ കുഞ്ഞേ, എനിക്ക് രക്ഷപ്പെടണം. അയ്യേ, ഈ ഏച്ചി എന്തൊക്കെയായി പുലമ്പുന്നത്? ദൈവമേ, എന്താണിത്? അറ്റമില്ലാത്ത മണൽക്കാടോ? അതിരുകളായി ആകാശം മാത്രം കമഴ്ത്തി വെച്ച വലിയ നീലക്കുട പോലെ. എനിക്ക് ഓടാനാവുന്നില്ലല്ലോ. ആരാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്? എന്തിനാണ് എന്നെ? എന്താ കയ്യിൽ? ഒരു പിടി അരി, ഒരു തിരി വെട്ടം, 1-2 എരിക്കിൻ പൂക്കൾ, 5-6 തുളസിയില, പിന്നെ കറുക, ദർഭ. എന്തിനാണിതൊക്കെ? കർമ്മങ്ങൾ ചെയ്യാൻ. അയ്യോ, എന്റെ
മരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഇല്ല. അതാ എല്ലുന്തി ആ കെട്ടിടം നീ കാണുന്നില്ലേ? വരൂ, അതിനരികിലേക്ക്. അയ്യോ, എനിക്ക് ഇതാ എന്റെ കൈവിരലുകളിൽ പിടിച്ചോളൂ. ഹായ്, ഞാനിപ്പോൾ അപ്പൂപ്പൻ താടി പോലെ ഒഴുകുകയാണല്ലോ. ഹായ് ഹായ്. ദാ ഇവിടെ. അയ്യോ, എന്താണിത്? വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ്. ആ വസ്ത്രമൊന്ന് നീക്കി നോക്കൂ. എനിക്ക് പേടിയാവുന്നു. മരിച്ചവർക്ക് പേടിയോ? ആ വസ്ത്രമൊന്ന് നീക്കൂ. ഈശ്വരാ, ഇത് ഞാൻ തന്നെയാണല്ലോ. വേണ്ട, എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. എന്താ എന്താ എന്തിനാ നിലവിളിച്ചത്? അവൻ വന്നോ? വന്നു. ഞാൻ അയാളെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. എന്നിട്ട് അവൻ എവിടെ? എവിടെന്ന്? പറന്ന് ഒഴുകി മണൽക്കാടുകൾ താണ്ടി മഞ്ഞുരുകാത്ത മലമുടികൾ ചവിട്ടി താഴ്ത്തി. വീണേ, എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ബെന്നിയെ നീ കണ്ടോ? ഏത് ബെന്നി? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. ആരും ഇവിടെ വന്നില്ലല്ലോ. നീ എന്താ ആകെ പേടിച്ച് വിളറിയതുപോലെ? സ്വപ്നം കണ്ടോ? എന്തോ എനിക്കറിയില്ല. എന്നോടൊന്ന് ചോദിക്കരുത്. അച്ഛൻ. എന്താ മോളെ, നീ എന്താ വല്ലാതെ? സുഖമില്ലേ? സുഖം. 2 ദിവസം കൊണ്ട് നീ ആളാകെ മാറിയല്ലോ. അത് അല്ല, ഇതാര്? നന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു കാണുമല്ലോ. രാവിലെ പുറപ്പെട്ടു. ആ, അതേതായാലും നന്നായി. വന്നാട്ടെ, അകത്തേക്ക് വന്നാട്ടെ. ഞാൻ വന്നത് ഇവരെ അങ്ങോട്ട് ക്ഷണിക്കാൻ. എനിക്കറിയാം മിസ്റ്റർ ദേവൻ. അല്ല, ഈ ഫോർമാലിറ്റിയുടെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? എന്നാലും സൗകര്യം പോലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. കല്യാണത്തിരക്കിൽ എസ്റ്റേറ്റ് ശ്രദ്ധിക്കാൻ എനിക്കായില്ല. അവനാണെങ്കിൽ ക്ലിനിക്കും. സീസൺ ആണിപ്പോൾ. എവിടെ നിശാന്ത്? നിശാന്ത്, മോനെ നിശാന്ത്, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. അമ്മാവൻ എപ്പോ എത്തി? ഇപ്പോ അവിടെ വിശേഷങ്ങൾ ഒന്നുമില്ല. എല്ലാവർക്കും വീണയെ കാണണമെന്നാ മോഹം. 2 ദിവസമല്ലേ ആയുള്ളൂ. ഡോണ്ട് ബി സില്ലി മിസ്റ്റർ ദേവൻ. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നിർബന്ധിക്കാൻ എനിക്കാവില്ലല്ലോ. നിങ്ങളുടെ ഒക്കെ ഇഷ്ടം. എനിക്ക് ഇറങ്ങാൻ തിടുക്കമുണ്ട്. കാപ്പി കഴിച്ച് വേണമെന്നില്ല. അത് പറ്റില്ല. അമ്മാവനിരിക്കെ, എനിക്കൊന്ന് ക്ലിനിക്കിലെത്താൻ ധൃതിയുണ്ട്. എന്നാണ് ഇനി അങ്ങോട്ടേക്ക്? നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഈ ഞായറാഴ്ചയെങ്കിലും വന്നില്ലെങ്കിൽ. ഓക്കെ മിസ്റ്റർ ദേവൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ബൈ ദ ബൈ, പോകാൻ തിടുക്കമായി അല്ലേ? ഈ ബിസിനസ്സുകാരൊക്കെ എങ്ങനെയാ? ഓരോ നിമിഷത്തിനും പവൻ വിലയാ. അല്ല, അങ്ങനെയുള്ളവരെയാ എനിക്കും ഇഷ്ടം. തിടുക്കമുണ്ട് മോളെ. അച്ഛനെന്നാൽ എനിക്ക് അതാ കണ്ടോ, നിങ്ങളുടെ വരവ് അവളെ പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നു. എന്തായത് മോളെ? പിന്നെ മിസ്റ്റർ ദേവൻ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ഞാനും ഇപ്പോ ഒരു പെൺകുട്ടിയുടെ ഡാഡിയാണ്. ഞാൻ ഇറങ്ങുന്നു മോളെ. എന്നെ മോളെ, എന്റെ പൈപ്പ് കെട്ടു. ഒരു മിനിറ്റ്. എന്തിനാ മോളിങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നത്? മോൾ പോയാ ടുബാക്കോ. എന്റെ ഈശ്വരാ, മോളെ ടുബാക്കോ ഇങ്ങ് എടുത്താട്ടെ. അച്ഛൻ വരട്ടെ മോളെ.
മോളാ ടുബാക്കോ എടുത്തു കൊടുക്ക്. അതൊക്കെ ശരി മിസ്റ്റർ ദേവൻ, എന്നാൽ പോവുകയല്ലേ? ഗുഡ് ബൈ. മോളിങ്ങോട്ട് വന്നോളൂ. അകത്ത് പോയി ആ ടുബാക്കോ. ഈ കിഴവന്റെ ഒരു മോൾ വിളി എനിക്കത് കേട്ട് കേട്ട് എന്താ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. ആ പോയത് എന്റെ അച്ഛനാണ്, എന്റെ മകന്റെ അമ്മായിയപ്പൻ. അതുകൊണ്ടായിരിക്കും ഈ പൊട്ടൻ കളി, അതും എന്റെ ചെലവിൽ. മനസ്സിലായില്ല. എല്ലാരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാമെന്ന് മോഹിക്കരുത്. എന്നോട് ഇതുവരെ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും, അതല്ലേ പറയാൻ പോകുന്നത്. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതെ, ആരും. എനിക്കറിയാം, നിങ്ങളുടെ ഭാര്യയെ പോലും. ഇതൊരു അക്ഷരം പറയണ്ട. അകത്തേക്ക് പോയിക്കോളൂ. പോകാൻ. അലറണ്ട, ഇപ്പോൾ അകത്തോട്ട് തന്നെയാണ്. ചാകാനാണോ നിന്റെ ഭാവം? അതേതായാലും നിന്റെ ജീപ്പിന്റെ മുമ്പിൽ വെച്ചായിരിക്കില്ല. നീ എങ്ങോട്ടാ? ആ, നീ വണ്ടി വിട്. എനിക്ക് ക്ലിനിക്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. സാരമില്ല, പേഷ്യൻസ് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. കാത്തിരുന്ന് കാണാതിരിക്കുമ്പോ ഡോക്ടറെ കുറിച്ചുള്ള മതിപ്പ് ഒന്നുകൂടി വർദ്ധിക്കും. നീ എന്തിന്റെ പുറപ്പാടാ? എനിക്ക് ആശുപത്രി ഒന്ന് കാണണം. ഇപ്പൊ വേണ്ട ബെന്നി, വൈകിട്ടാ. ഇന്നലെ രാത്രി നീ എന്നെ പറ്റിച്ചു, ഇനി അത് പറ്റില്ല. എന്താ നിന്റെ? ഒന്നുമില്ല, ഒന്ന് കാണുക, ദാറ്റ്സ് ഓൾ. എന്റെ ഭാര്യയുടെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ആശുപത്രിയല്ലേ? ബെന്നി, നീ ആളാകെ മാറിയിരിക്കുന്നു. അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ട് കാട്ടിക്കൂട്ടിയ പാപങ്ങളുടെ കറകളൊന്നും എന്നെ തീണ്ടരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ അവരെ വെറുത്തിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കുത്തരം പറയാൻ പോലും അറിയില്ല. ഇതൊക്കെ ഇപ്പോ പറയുന്നത്? ആനിയുടെ സ്മാരകത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നില്ലേ എന്നൊരു തോന്നൽ. പൊതിഞ്ഞു വെച്ച ഒരുതരം പ്രതികാരമുണ്ട് നിന്റെ ഓരോ വാക്കുകളിലും. പ്രതികാരം? ആരോട്? 4 വർഷം മുമ്പേ ആനി എന്ന പെൺകുട്ടി ആരുമറിയാതെ കൊല്ലപ്പെട്ടപ്പോൾ തോന്നാതിരുന്ന പ്രതികാരമൊന്നും ഇപ്പോൾ. നീ പറഞ്ഞു വരുന്നത്? എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോകണം. എന്റെ ഗ്രീൻ കാർഡ് പെട്ടെന്ന് തന്നെ ശരിയാകും. ഏതുതരം ഓർമ്മകളും കുഴിച്ചു മൂടാൻ അവിടുത്തെ മണ്ണിൽ വേണ്ടത്ര ഈർപ്പമുണ്ട്. പക്ഷേ അതിനു മുമ്പേ എനിക്കെന്റെ പണം തിരിച്ചു കിട്ടണം. ആനിയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുകയും ഞാൻ നിനക്ക് തന്ന സംഖ്യയും അടക്കം എല്ലാം. അപ്പോ നിന്റെ ഭാര്യയുടെ പേരിലുള്ള ഈ സ്മാരകം? അതിന് നിന്റെ ഭാര്യയുടെ പേരിലായിക്കോളൂ. എടാ, നീ എന്താ? പൊള്ളുന്നുണ്ട് അല്ലേ? എനിക്കറിയേണ്ടതും അതാണ്. ആദ്യ രാത്രിയിൽ എന്റെ ആനി എങ്ങനെ? ഇല്ലടാ, നിനക്ക് രക്ഷപ്പെടാൻ പദ്ധതികളില്ല. ഞാൻ വരും, നിന്നെ തേടി ഇനിയും ഞാൻ വരും. ഹലോ, ആരാ? ഇല്ലല്ലോ, ആശുപത്രിയിൽ നിന്ന് വന്നില്ല. അവിടെ എത്തിയില്ലെന്നോ? ഞാൻ വീണ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാം. കുഞ്ഞേ, വീണ കുഞ്ഞേ. എന്താ ചിന്തമ്മോ? ഫോൺ. ആരാ? ബെന്നി സാറാ. ഹലോ, അതെ, എന്താ കാര്യം? ആ, പോയിരുന്നു. ഇന്നലെ ക്ലിനിക്കിലും എത്തിയില്ലേ? ഇല്ല. ഹലോ ഹലോ, ഇല്ല, എനിക്കൊന്നും അറിയില്ല. പ്ലീസ്, നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? നോ, എനിക്കിതൊന്നും അറിയണ്ട. അതൊക്കെ നിങ്ങൾ തമ്മിൽ. എന്താ കുഞ്ഞേ? വയ്യ, എനിക്ക് വയ്യ. ബെന്നി സാർ എന്താ കുഞ്ഞിനോട് പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അയാൾ പറയുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് പോലെ. നോക്ക്, ചിന്നമ്മൂനെ വീണ്ടും കുഴക്കല്ലേ. ഇപ്പോൾ എനിക്ക് ആകെയുള്ള ആശ്വാസം ചിന്നമ്മുവാണ്. ചിന്നമ്മ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോഴാ ഇതൊരു വീടായ. പിന്നെ ചിന്നമ്മു ഇവിടെ എത്തിയിട്ടേ ഈ വരുന്ന ക്രിസ്മസിന് 12 കൊല്ലം തികയാൻ പോവാ. 12 കൊല്ലം? എന്താ കുഞ്ഞേ? വെറും 2 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച തീർത്തത് ഓർക്കുമ്പോൾ
പിന്നെയും ഒരേ കാര്യം തന്നെ വരുമ്പോ എല്ലാം ഒരു ശീലായിക്കോളും. ഒരു വീട്ടിലും നടക്കാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യരും ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയാണെന്നാ എന്നിട്ടും പിടികിട്ടാത്തത്. പിന്നെ കേട്ടിരിക്കാൻ നേരമില്ല കുഞ്ഞെ, അടുക്കളയിൽ പണിയുണ്ട്. അടുക്കളയിൽ പണി ഇല്ലെങ്കിലും നീ കേട്ടിരിക്കരുത്. ചിന്നമ്പോ, എന്നോ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. കേട്ടോ? എങ്ങനെ പോയിക്കോളൂ. ചിലപ്പോ ഏത് രോഗവും പകർച്ചവ്യാധി പോലെയാകും, മാനസിക രോഗവും. എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ എങ്കിൽ ആ ഉദ്ദേശം നടക്കില്ലെന്ന് മാത്രം. ഈ ഭൂമുഖത്ത് ഏത് സമയത്തും എന്തും നടക്കും. റിട്ടയേർഡ് റേഞ്ചർ MRGയുടെ തലച്ചോറുണ്ടല്ലോ, അറിയാൻ പാടില്ലാത്ത ഒരുപാട് അറിവുകളുടെ അക്ഷയഖനിയാണത്. പക്ഷെ ഒരു കാര്യം, അതിന്റെ അടുക്കുകളിലെങ്ങും അസാധ്യമെന്നൊരു അറിവുകൾ ആരും എഴുതി വെച്ചിട്ടില്ല. നിശാന്ത്, 2 ദിവസമായി നീ എനിക്ക് മുഖം തരാതെ നടക്കുന്നു. അത് ഈ ഡാഡി അറിയാത്ത രഹസ്യങ്ങളൊന്നും നിനക്കുണ്ടാകരുതെന്ന് നിർബന്ധം എനിക്കുണ്ട്. എനിക്ക് പറയൂ, നിനക്ക് എന്ത് പറ്റി? ഒരു കല്യാണം കൊണ്ട് വാടിക്കൊഴിയേണ്ട വിധത്തിലൊന്നുമല്ല ഈ ഡാഡി നിന്നെ വളർത്തിയത്. എന്തൊക്കെയോ ഭീതികൾ, ബെന്നി പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണോ നീ ഇങ്ങനെ മദ്യപിച്ച് സമനില തെറ്റി ക്ലിനിക്കിലേക്ക് പോലും പോകാതെ? അവന് പണം വേണം. ആശുപത്രി കെട്ടിടം എന്നോട് എടുക്കാൻ പറഞ്ഞു. അവൻ ചെലവാക്കിയ മുഴുവൻ പണവും തിരിച്ചു കൊടുക്കാൻ. എന്താ നിങ്ങളുടെ മാസ്റ്റർ പ്ലാനൊക്കെ വെള്ളത്തിലായോ? കൂട്ടു സംരംഭത്തിൽ ഒരു ആശുപത്രി, അതും ബെന്നിയുടെ ഭാര്യയുടെ ഓർമ്മയ്ക്കായുള്ള ആശുപത്രി. അങ്ങനെ ഒരു സ്മാരകം അവനിപ്പോ ആവശ്യമില്ലെന്ന്. അതോ ഒരു സ്മാരകത്തിൽ ഒതുക്കാനാവാത്ത വിധം ആ പേരവനെ പേടിപ്പെടുത്തുന്നുണ്ടെന്നാണോ? അല്ല ഡാഡി, ആ പേര് പേടിപ്പെടുത്തുന്നത് എന്നെയാണ്. മോനെ നിശാന്ത്. അതെ ഡാഡി, അവൻ ചോദിച്ചത്ര പണം കൊടുത്ത് അവനെ ഒഴിവാക്കണം. എന്നിട്ട് ഒന്ന് സ്വൈരമായിരുന്ന്. എന്റെ അറിവുകൾക്ക് ഒരുപാട് ഭേദഗതികൾ വരികയാണ്. എനിക്ക് ആവശ്യം പണമാണ്. അതിന് നമുക്കിപ്പോ പ്രയാസമൊന്നുമില്ലല്ലോ. ഈ ഡാഡി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് പൊന്മുട്ടയിടുന്ന താറാവിനെയല്ലേ? ഡാഡി, ഡാഡി എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നു. എല്ലാം അറിയും, പക്ഷേ നീ ബുദ്ധിശൂന്യത കാട്ടി. ഡാഡി എന്താണ് ഈ പറയുന്നത്? നിനക്ക് വേണമെങ്കിൽ ദൈവത്തെ പോലും ഒളിപ്പിക്കാം, പക്ഷേ ഈ ഡാഡിയെ ഇല്ല, നിനക്കാവില്ല. ഈ ഡാഡി പഠിച്ചതും അറിഞ്ഞതും കാട്ടിലെ നീതിയാണ്. എനിക്കിതൊന്നും കേൾക്കണ്ട. ബെന്നിയുടെ ബാധ്യതകൾ. അതിനെന്തൊക്കെ മാർഗങ്ങൾ? എന്റെ മോനെ, ബെന്നിയുടെ ഭാര്യ കൊല്ലപ്പെടുമ്പോൾ ഐ ആം സോറി, ആനി മരിക്കുമ്പോൾ അവളുടെ പേരിൽ ലഭിച്ച ഇൻഷുറൻസ് തുക എത്രയായിരുന്നു? അതിന്റെ ഉത്തരം അവനിപ്പോൾ ഓർമ്മ കാണില്ല. പക്ഷേ എനിക്കത് മറക്കാനും വയ്യ. 3.25 ലക്ഷം. ബെന്നി, ഡോക്ടർ ബെന്നി സ്കറിയ വെറുതെ കുരുതി കൊടുക്കാൻ മാത്രം ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ ദ്രോഹി, സ്നേഹം പച്ചവെള്ളമാണെന്ന് ധരിച്ചുപോയ ഒരു വിഡ്ഢി. മിസ്റ്റർ ബെന്നി, കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാം, അതിനപ്പുറം ഒന്നും പാടില്ല. ഒന്നും. കണക്കുകൾ ചോദിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്റെ കല്യാണ രാത്രിയിൽ ഔട്ട് ഹൗസിൽ എന്നെ കുടിപ്പിച്ചു കിടത്തി ഇവൻ എവിടെ പോയെന്നാണ്. എവിടെ പോവാൻ? എവിടെ? തീർന്നില്ല. എങ്ങനെയാണ് ആനി കൊല്ലപ്പെട്ടതെന്ന്. അതെങ്ങനെ എനിക്കറിയാൻ? ചേടാ, ഇതെന്തൊരു നേരം പോക്ക്. 4 വർഷം മുമ്പ് എങ്ങനെയോ മരിച്ച ഭാര്യയെക്കുറിച്ച് അറിയാൻ ഓടിയെത്തിയിരിക്കുന്നു. അതും ആദ്യ രാത്രിയിൽ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് മരണം സംഭവിക്കാം എന്നോടൊപ്പം പഠിച്ച ഒരുത്തൻ. സ്റ്റോപ്പ് യുവർ റബിഷ് നോൺസെൻസ്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഇറ്റ് വാസ് എ ക്ലിയർ മർഡർ. പറയടാ, എടാ പറയാൻ. നീ പറഞ്ഞില്ലെങ്കിൽ പറയാൻ. അയ്യോ, മാറി നിൽക്കടാ, രണ്ടുപേരും മാറി നിൽക്കാൻ. എന്താ ഇതിന്റെ അർത്ഥം? മാറി നിൽക്കും മിസ്റ്റർ ബെന്നി. അയാളെ കൊല്ലണ്ട. ഒരു ദയാവധത്തിന് പോലും അർഹതയില്ലാത്ത വിധം അയാൾ മരവിച്ചു പോയിരിക്കുന്നു. എന്റെ ആനി
എന്താ ഇവൻ? മോങ്ങണ്ട. ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇത് ഞങ്ങളുടെ കാര്യം. നീ അകത്തേക്ക് പോകും. ഇനി അകത്തോട്ടല്ല എന്റെ വഴി. എന്റെ വഴി. പ്രസംഗിക്കാതെ അകത്തേക്ക് പോടി. ഡാഡി പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പക്ഷേ അതിനു മുമ്പേ ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം അകത്തോട്ടോ പുറത്തോട്ടോ പോകേണ്ടതെന്ന്. അതറിയാതെ നീ പോകില്ല അല്ലേ? ഇല്ല, ആ ഉത്തരം എനിക്ക് അറിഞ്ഞേ തീരൂ. പോടിയെടുത്ത്. ഇല്ല ഇല്ല, ഇനി അകത്തേക്കില്ല, ഒരിക്കലും ഇല്ല. ആഞ്ഞടിച്ച ഈ കൈ തന്നെ എന്റെ കഴുത്തിലും അമർന്നേക്കും. വെറുതെ ഒരു ജീവിതം മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാത്രമല്ല എന്റെ പേരിലും ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ട്. അലറണ്ട. നിങ്ങൾ തന്ന 3 ദിവസങ്ങളിലെ പൊള്ളുന്ന അനുഭവങ്ങൾക്ക് നന്ദി. വാദിക്കാതെ അകത്തേക്ക് പോകാൻ. റിട്ടയർഡ് റേഞ്ചർ MRG, പേടിപ്പിക്കരുത്. ഗുഡ് ബൈ. ഗുഡ് ബൈ ഡോക്ടർ നിശാന്ത്. നമുക്കിവിടെ പിരിയാം. ഡോക്ടർ ബെന്നി, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. വീണക്കുഞ്ഞേ, നന്ദി ചെന്നമ്മോ, നന്ദി. നീ തന്ന സ്നേഹത്തിനും അറിവിനും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ. ഗുഡ് ബൈ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കെന്നല്ല, ആർക്കും. സാർ, എനിക്ക് പോലും ഇപ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല. എല്ലാം ഒരു പകൽ സ്വപ്നം മാത്രമായി എനിക്ക് തോന്നുന്നു. ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ നിശാന്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് മനസ്സിലാക്കാൻ കഴിയുമോ? സാർ, കല്യാണം കഴിഞ്ഞുള്ള യാത്രയിൽ ഉടനീളം തന്റെ ഭാര്യ ഉറങ്ങുകയായിരുന്നെന്നും ഇടയ്ക്കിടെ ഞെട്ടിയുണർന്ന് പേടിച്ചതുപോലെ നിലവിളിച്ചിരുന്നെന്നും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം അത്യന്തം വിചിത്രമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ മാനസിക രോഗിയായ ഒരു പെണ്ണിനെയാണ് തന്റെ തലയിൽ കെട്ടിവെച്ചതെന്നും. മതി, എനിക്കിനൊന്നും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. പക്ഷേ സാർ, ഒന്ന് ചോദിച്ചോട്ടെ. എന്നിട്ടും എന്നെ ജീവനാണെന്നും എന്നോടൊപ്പം ജീവിക്കാൻ കൊതിയാണെന്നും. മനോഹരമായൊരു നുണയാണ് ജീവിതമെന്ന് പറയാൻ ഞാനൊരു ഫിലോസഫറല്ല, നിയമം അറിയാൻ ശ്രമിക്കുന്ന ഒരു ജഡ്ജി മാത്രം. അപ്പോൾ എനിക്ക് രക്ഷ കിട്ടില്ലേ സാർ? രക്ഷിക്കേണ്ടത് ഞാനല്ല കുട്ടി, നിയമവും ദൈവവുമാണ്. ഞാനൊരു കണ്ണി മാത്രം. മഞ്ഞുമൂടിയ മലമുടികൾ. TN പ്രകാശ് എഴുതിയ നാടകം സമാപിക്കുന്നു. നാടകരചന TN പ്രകാശ്. ശബ്ദം നൽകുന്നവർ: നെടുമുടി വേണു, CM തങ്കമണി, PK രാഘവൻ, ചിറക്കൽ ഗോപാലകൃഷ്ണൻ, CH ഭാസ്കരൻ നമ്പ്യാർ, MM രാഘവൻ, രാജശേഖരൻ മേപ്പറമ്പത്ത്, ജോയ്സി ജോസ്, PC തങ്കം, ഡോളി S ലത. സംവിധാന സഹായം N ശശികുമാർ. സംവിധാനം S രാധാകൃഷ്ണൻ.